നമസ്കാരം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് ആന്തരിക ശാന്തിയുടെയും പ്രകാശത്തിന്റെയും വഴി കാട്ടിക്കൊടുത്ത ജീവനകലയുടെ ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ സപ്തതി ആഘോഷങ്ങളും അദ്ദേഹം തുടക്കം കുറിച്ച ആർട്സ് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ 45-ാം വാർഷികവും ബംഗളൂരുവിലെ ആർട്സ് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ അതിഗംഭീരമായും സമുചിതമായും ആചരിച്ചു വരികയാണ്. ആഗോളതലത്തിൽ വൻ പ്രാധാന്യമർഹിക്കുന്ന ഈ ചരിത്രപരമായ ആഘോഷ പരിപാടികൾ മെയ് മാസം 10-ാം തീയതിയാണ് ആരംഭിച്ചത്. ഭക്തി നിർഭരവും സാംസ്കാരിക സമ്പന്നവുമായ ഈ ചടങ്ങുകൾ മെയ് 25 വരെ നീണ്ടു നിൽക്കും. മാനവരാശിയുടെ ആത്മീയ ഉണർവിനും ആഗോള സമാധാനത്തിനുമായി സമർപ്പിക്കപ്പെട്ട ഈ 2 ആഴ്ച കാലം ബംഗളൂരു കനകപുര റോഡിലെ കനകഗിരി ആശ്രമത്തെ ഒരു ആഗോള സാംസ്കാരിക നഗരമാക്കി മാറ്റിയിരിക്കുകയാണ്. ലോക സമാധാനം എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തി സംഘടിപ്പിച്ച ആഗോള ധ്യാനം ഈ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. വേൾഡ് മെഡിറ്റേഴ്സ് വിത്ത് ഗുരുദേവ് എന്ന പേരിൽ നടന്ന ഈ സവിശേഷ പരിപാടിയിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനങ്ങൾ ഒത്തുചേർന്നു. 182 രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ആശ്രമത്തിൽ നേരിട്ടെത്തിയും ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയുള്ള തത്സമയ സംപ്രേഷണത്തിലൂടെയും ഈ ആത്മീയ സദസ്സിന്റെ ഭാഗമായത്. ഭൂമിശാസ്ത്രപരമായ അതിരുകളെയെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഒരൊറ്റ ആത്മീയ ചരടിൽ കോർത്തിണക്കാൻ ഈ കൂട്ടായ ധ്യാനത്തിന് സാധിച്ചു. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും വംശീയതയും പുലർത്തുന്ന മനുഷ്യർ ഒരേ സമയം ഒരേ മനസ്സോടെ ആഗോള സമാധാനത്തിനായി ധ്യാനത്തിൽ മുഴുകിയ കാഴ്ച ആധുനിക ലോകത്തിന് തന്നെ ഒരു വലിയ സന്ദേശമാണ് നൽകിയത്. യുദ്ധങ്ങളും അശാന്തിയും നിറഞ്ഞ സമകാലിക ആഗോള സാഹചര്യത്തിൽ ഈ കൂട്ടായ്മ പ്രത്യാശയുടെ പ്രകാശ ഗോപുരമായി മാറി. ആഘോഷങ്ങളുടെ ഭാഗമായി പങ്കെടുത്ത വലിയ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ സംസാരിക്കുകയുണ്ടായി. മനസ്സിന്റെ സമാധാനത്തെക്കുറിച്ചും ആത്മീയതയുടെ കരുത്തിനെക്കുറിച്ചും ആഴത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹം പങ്കുവച്ചത്. ജീവിതം തന്നെ ഒരു വലിയ ആഘോഷമാണ്. നമുക്ക് ലഭിച്ചതെല്ലാം ഈശ്വരന്റെ കാരുണ്യത്തിന്റെ ഫലമാണ്. മനസ്സ് ശാന്തവും സന്തോഷമുള്ളതുമാകുമ്പോൾ ബുദ്ധി കൂടുതൽ മൂർച്ചയുള്ളതാവുകയും ശരീരം പുതിയ കരുത്ത് നേടുകയും ചെയ്യുമെന്ന് ഗുരുദേവൻ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഉള്ളിലെ അശാന്തിയാണ് പുറംലോകത്തിന്റെ അക്രമങ്ങൾക്ക് കാരണമെന്നും ശ്വാസത്തിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആത്മീയ ഉണർവിലൂടെയും ആന്തരിക ശാന്തിയിലൂടെയും മാത്രമേ ഒരു വ്യക്തിക്ക് പൂർണ്ണമായ ആരോഗ്യവും സാമൂഹിക പ്രതിബദ്ധതയും കൈവരിക്കാനാകൂ എന്ന സന്ദേശമാണ് അദ്ദേഹം സദസ്സിന് പകർന്നു നൽകിയത്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്രമത്തിൽ സന്ദർശനം നടത്തി. ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം ആശ്രമത്തിൽ പുതുതായി നിർമ്മിച്ച അത്യാധുനികവും പ്രകൃതി സൗന്ദര്യവുമായ ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ആത്മീയതയും സാമൂഹിക സേവനവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ലോകത്തിന് കാട്ടിത്തന്ന പ്രസ്ഥാനമാണ് ആർട്സ് ഓഫ് ലിവിംഗ് എന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. आर्ट ऑफ लिविंग परिवार को इस ध्यान मंदिर के लिए अनेक अनेक शुभकामनाएं देता हूं. साथियों, बेंगलुरु का माहौल, यहां का वातावरण कुछ अलग ही होता है. ये शहर सॉफ्टवेयर और सर्विसेज के लिए दुनिया भर में जाना जाता है.
लेकिन भारत की सांस्कृतिक पहचान, स्पिरिचुअलिटी, आध्यात्मिक चेतना को भी इस शहर ने नई ऊंचाई दी है। योग, ध्यान, प्राणायाम भारत के संस्कारों का अभिन्न हिस्सा रहे हैं। और जैसा गुरु जी ने कहा, आज दुनिया भर के लोग भारत के इन आध्यात्मिक संस्कारों से प्रभावित हैं और इन्हीं पुरातन संस्कारों से भारत की भी अनेक संस्थाओं को प्रेरणा मिलती रही है। साथियों, इसी प्रेरणा से श्री श्री रविशंकर जी ने 45 वर्ष पहले आर्ट ऑफ लिविंग के रूप में एक बीज बोया था। आज वो एक विशाल वटवृक्ष के रूप में हमारे सामने है। इस वटवृक्ष की हजारों शाखाएं दुनिया भर में अनगिनत लोगों के जीवन को स्पर्श कर रही हैं। और मुझे विदेश में जहां जहां जाना पड़ता है सरकारी काम के लिए, तो कोई न कोई आप वाला मिल ही जाता है। പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും ആർട്സ് ഓഫ് ലിവിംഗ് നടത്തുന്ന സേവനങ്ങൾ രാജ്യം എപ്പോഴും കൃതജ്ഞതയോടെയാണ് കാണുന്നതെന്നും ഗുരുദേവന്റെ ദർശനങ്ങൾ ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെ ആഗോളതലത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയെ കൂടാതെ ആഗോളതലത്തിൽ നിന്നുള്ള പ്രമുഖരുടെ ഒരു വൻനിര തന്നെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ ബാംഗ്ലൂരിലേക്ക് ഒഴുകിയെത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആത്മീയ നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, അന്തർദേശീയ കലാകാരന്മാർ, പ്രശസ്ത സിനിമാ താരങ്ങൾ, പ്രമുഖ വ്യവസായികൾ, കായിക പ്രതിഭകൾ എന്നിവരടങ്ങുന്ന വലിയ അതിഥി സംഘം ഈ ജന്മദിനാഘോഷങ്ങളിലും വാർഷിക ചടങ്ങുകളിലും പങ്കെടുക്കാൻ ബാംഗ്ലൂരു ആശ്രമത്തിൽ ഒത്തുകൂടി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്ന വിവിധ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ, സംഗീത കച്ചേരികൾ, വിദേശ കലാകാരന്മാരുടെ ഫ്യൂഷൻ പ്രകടനങ്ങൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വ്യത്യസ്ത രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും സമാധാന ചർച്ചകൾക്കായി ഇവിടെ ഒത്തുചേർന്നു എന്നത് ഈ ചടങ്ങിന്റെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സമ്മർദ്ദരഹിതവും അക്രമരഹിതവുമായ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ 1981 ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ആർട്സ് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. കേവലം ഒരു ചെറിയ കൂട്ടായ്മയായി ആരംഭിച്ച് മാനവികതയ്ക്കും മാനസികാരോഗ്യത്തിനും മുൻഗണന നൽകിയ ഈ സംഘടന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സേവന പ്രസ്ഥാനങ്ങളിലൊന്നായി വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. സുദർശൻ ക്രിയ എന്ന ശ്വസന പ്രക്രിയയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ വിഷാദ രോഗത്തിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജയിലുകളിലെ അന്തേവാസികളെ പുനരധിവസിപ്പിക്കുന്ന പ്രിസൺ സ്മാർട്ട് പ്രോഗ്രാം, ഗ്രാമീണ വികസന പദ്ധതികൾ, നദീ പുനരുജ്ജീവന പദ്ധതികൾ, സൗജന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന സാമൂഹിക പ്രവർത്തനങ്ങളാണ് ആർട്സ് ഓഫ് ലിവിംഗ് കാഴ്ചവെക്കുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശവും സമാധാനവും പകരാൻ കഴിഞ്ഞ 45 വർഷത്തെ പ്രയാണത്തിലൂടെ ആർട്സ് ഓഫ് ലിവിംഗിന് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിപുലമായ വിവിധ സാംസ്കാരിക സാമൂഹിക പരിപാടികളോടെയും സേവന പ്രവർത്തനങ്ങളോടെയും ആഘോഷങ്ങൾ തുടരും. ആത്മീയത എന്നത് ചടങ്ങുകളിൽ ഒതുങ്ങേണ്ടതല്ല, അത് മനുഷ്യ നന്മയ്ക്കുള്ള വലിയൊരു ഉപാധിയാണെന്ന് ഈ സപ്തതി ആഘോഷങ്ങൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.